അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കൻ ആയിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം കേട്ടത്. ഈ വാക്യം NIV ഇംഗ്ലീഷ് ബൈബിളിൽ വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഹാനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ 2 പേർ തമ്മിൽ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയെല്ലാം എഴുതിയിരിക്കുന്ന നടന്നു എന്ന വാക്കും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ വാക്ഡ് എന്ന വാക്കും അർത്ഥമാക്കുന്നത് ജീവിച്ചു എന്ന് ആകുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ഹാനോക്ക് 300 വർഷം ജീവിച്ചു. ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ 2 പേർ ഒന്നിച്ചാണെങ്കിൽ ഏകദേശം അഭിപ്രായ രൂപീകരണം യാത്ര തുടങ്ങുന്നതിന് മുമ്പേ 2 പേരും എടുത്തിരിക്കും. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എന്നോട് കൂടെ നടക്കണം, തന്നെയുമല്ല നിഷ്കളങ്കൻ ആയിരിക്കുകയും വേണം. ബി ബ്ലെയിംലെസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. കുറ്റമില്ലാത്തവനായി, ഹൃദയത്തിൽ അകൃത്യം കരുതാത്തവനായി, അധരങ്ങളിൽ നീതികേട് ഇല്ലാത്തവനായി ജീവിക്കണമെന്ന് സാരം. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ നടന്നു എന്ന് മലാഖി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സെഖര്യാ പ്രവചനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് എന്നും, സെഖര്യാ പ്രവചനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗങ്ങളെല്ലാം ഒന്നിച്ചു വെച്ച് വായിച്ചാൽ ഒരു നിഷ്കളങ്കൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് അബ്രഹാമിനോട് പറയുകയാണ്, നീ എന്നോടുകൂടെ ജീവിച്ച് ഹൃദയം എന്നിൽ ഏകാഗ്രമാക്കണം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. ഈ വാക്യത്തിൽ ദൈവം ശലോമോനോടും നമ്മോടും ആവശ്യപ്പെടുന്നത് നാം ദൈവത്തിൻ്റെ വഴിയിൽ അഥവാ ബൈബിളിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ പിന്തുടരണം എന്നാണ്. ഓരോ രാജ്യത്തിനും അവരവരുടേതായ സംസ്കാരം അഥവാ കസ്റ്റം ഉണ്ട്. അത് മിക്കവാറും അവരുടെ പൂർവികരുടെ ജീവിത രീതികളായിരിക്കും. സാധാരണയായി കുട്ടികൾ ആദ്യം പിന്തുടരുന്നത് അവരുടെ മാതാപിതാക്കളുടെ ജീവിത രീതിയായിരിക്കും. മാതാപിതാക്കൾ ദൈവം അനുവദിച്ചിരിക്കുന്ന ജീവിത രീതി അനുസരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മക്കളും ആ വഴി തിരഞ്ഞെടുക്കും. എന്നാൽ അരുതാത്ത സ്നേഹിതന്മാരുമായി മക്കൾ കൂട്ടുകൂടുമ്പോൾ കൂട്ടുകാരുടെ ജീവിത രീതിയിലേക്ക് മക്കൾ മാറി എന്നിരിക്കും. അധ്യാപകർ മാന്യന്മാരാണെങ്കിൽ മിക്കവാറും വിദ്യാർത്ഥികളും അവരുടെ ടീച്ചേഴ്സിനെ അനുഗമിക്കുവാൻ ഇടയായിത്തീരും. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്ന ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളൊക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. ലേവ്യ പുസ്തകം 20-ാം അധ്യായം തുടക്കം മുതൽ വായിച്ചാൽ അനേക പാപങ്ങളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ വിധ പാപങ്ങൾ ചെയ്തിരുന്നവരായിരുന്നു കനാൻ ദേശത്തിലെ ജനങ്ങൾ. അവർ അപ്രകാരം അശുദ്ധ പാപങ്ങൾ ചെയ്തിരുന്നതിനാൽ ദൈവം പറയുകയാണ്, അവർ എനിക്ക് അറപ്പായി തീർന്നു എന്ന്. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ എൻ്റെ മുമ്പാകെ ഞാൻ ഇഷ്ടപ്പെടുന്ന ജീവിത രീതി തിരഞ്ഞെടുത്ത് കുറ്റമില്ലാത്തവനായി ജീവിക്കണം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയും നിന്റെ പിതാക്കന്മാർ ജീവിച്ചിരുന്നത് പോലെയും വിഗ്രഹ ആരാധികളായോ ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുന്നവരായോ അബ്രഹാമേ നീ ജീവിക്കരുത്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിക്കണം. അവർ ദുർഭൂതങ്ങൾക്ക്, ദൈവമല്ലാത്തവയ്ക്ക്, തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു എന്നാണ് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്ത ദൈവങ്ങളാലും സകലവിധ മ്ലേച്ഛതകളാലും ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. അശുദ്ധ പാപത്തിൽ വീഴുവാനും മാതൃക ഇല്ലാത്ത വ്യക്തികളെ അനുഗമിച്ച് ക്ഷീണിച്ച് മടുക്കുവാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് എഴുതിയത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ യേശുവിനെ ധ്യാനിക്കുകയും യേശുവിനെ നോക്കുകയും ചെയ്യുക എന്ന്.
സർപ്പത്തിൻ്റെ കടിയേൽക്കുമ്പോൾ മരിക്കാതിരിക്കുവാൻ പിച്ചള സർപ്പത്തെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് പറയുന്നത്, നീ എന്നോടുകൂടെ ജീവിച്ച് നിഷ്കളങ്കനായിരിക്കുക എന്നാണ്. വക്രന്മാർക്കും ഉപായികൾക്കും എല്ലാം വളരെ ജയമുണ്ടായിട്ടുണ്ട്. അപ്രകാരം ജയിച്ചവനാണ് യാക്കോബിൻ്റെ അമ്മായപ്പനായ ലാബാൻ. 10 പ്രാവശ്യം യാക്കോബിൻ്റെ പ്രതിഫലം അടിച്ചു മാറ്റി, എങ്കിലും നേടിയില്ല. ഒറ്റയടിക്ക് 10 പ്രാവശ്യം അടിച്ചു മാറ്റിയ നന്മകൾ ദൈവം യാക്കോബിനെ മടക്കി കൊടുത്തു. ദൈവം അരുളി ചെയ്തത് മാത്രമേ യാക്കോബ് ചെയ്തുള്ളൂ. പലതിനെ ചൊല്ലി വിലപിച്ചും മനം കലങ്ങിയും ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനിട വരാതിരിക്കേണ്ടതിന് ദൈവത്തോടു കൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ദൈവം തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരണത്തിൻ്റെ പാതയിൽ തന്നെയാണോ നാം എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തി ജീവിക്കണം. ഹൃദയത്തിൽ മുഷിച്ചലോ അകൃത്യമോ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തുവാൻ കർത്താവിനോട് അപേക്ഷിക്കണം. അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന വാക്തത്വമാണ്, നിൻ്റെ പേർ വലുതാക്കും എന്ന്. തന്നെയുമല്ല, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും എന്നതും നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നതും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അനുസരിക്കുവാൻ നിയമം തരികയും അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കൊറോണ ഉണ്ടായിരുന്ന കാലത്ത് ജനമെല്ലാം വായും മൂക്കും മാസ്ക് കൊണ്ട് മറച്ച് നടന്നിരുന്നതിന് കാരണം അനേക മരണം മുന്നിൽ കണ്ടതുകൊണ്ടായിരുന്നു. നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന പാപികളെ കാണുവാൻ മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പാപം ചെയ്യുവാൻ മനുഷ്യർക്ക് ഭയമുണ്ടാകുമായിരുന്നു. നിത്യനാശമായ നരകത്തിൽ നിന്നും നാം രക്ഷപ്പെടേണ്ടതിന് വേണ്ടി മാത്രമാണ് കർത്താവ് നമ്മോട് തൻ്റെ വചനം അനുസരിച്ച് നിഷ്കളങ്കരായി ജീവിക്കുവാൻ ആവശ്യപ്പെടുന്നത്. അല്ല എങ്കിൽ നാം സാത്താൻ്റെ ദൂതന്മാരും സാത്താൻ്റെ പുത്രന്മാരുമായി തീരുകയും നിത്യനരകത്തിൽ വീഴുകയും ചെയ്യും. ആകയാൽ ഈ പുതിയ ദിവസം കർത്താവ് ദാനം തന്നതാണെന്നും അവൻ ഈ ദിവസം തന്നില്ലായിരുന്നുവെങ്കിൽ നാം ഇവിടം വിട്ട് പോകേണ്ടി വരുമായിരുന്നുവെന്നും ഓർത്ത് കർത്താവിന് മഹത്വം കൊടുത്ത് നല്ല മകനും മകളും ആയി നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനം പ്രമാണിച്ച് നിഷ്കളങ്കരായിട്ട് ജീവിക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.